ഗൈസ്, അപ്പം കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയിട്ട് ഞാൻ കുറച്ച് നാളായി. എങ്കിലും വീഡിയോ ഇടാനായിട്ടൊരു മടി കാരണമാണ് ഞാൻ വീഡിയോ ഇടാത്തത്. ഇത് ഞാൻ എത്ര നാൾ മുമ്പ് എടുത്ത വീഡിയോ ആണോ, ഇതുവരെ ഇടാനുള്ള ടൈം കിട്ടിയില്ല. അപ്പം വേറൊന്നുമല്ല, ചെറിയൊരു കൊടൈക്കനാൽ വ്ളോഗ് അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയപ്പം ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. യദു, പിന്നെ അതിലെൻ്റെ ഒരു കൂട്ടുകാരൻ, അങ്ങനെ ഞങ്ങൾ 5 ബോയ്സ് കൂടി പ്ലാൻ ചെയ്തതാണ്. ലാസ്റ്റ് അത് കപ്പിൾ ട്രിപ്പായി. ഞാൻ മാത്രം സിംഗിളായിട്ടും അവന്മാർ രണ്ടുപേരും അവന്മാരുടെ വൈഫിനെയും കൂട്ടി ഇറങ്ങി വന്ന്. പിന്നെ എൻ്റെ വണ്ടി ലഗേജ് കാരിയറായിട്ട് ഇറങ്ങി. അതായത് ഞാൻ വണ്ടി എടുത്തു കഴിഞ്ഞുള്ള ഫസ്റ്റ് ട്രിപ്പ്, അതും കൊടൈക്കനാൽ. അപ്പം എൻ്റെ പുറയിൽ അവന്മാർ രണ്ടും ഉണ്ട്, അതിലുമുണ്ട്. അതുപോലെ തന്നെ അച്ചു ഉണ്ട്. അച്ചു E3 ഓടിക്കുന്നു, അതിൽ 250 ഓടിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കമ്പം വഴി ഇറങ്ങി പോയാൽ മതിയായിരുന്നു. പക്ഷേ ഞങ്ങൾ അന്നേരം ആ ടൈമിൽ ഇതൊന്നും ഓർത്തില്ല. ഞങ്ങൾ നേരെ അവിടെ നിന്ന് പൂപ്പാറ പിടിപ്പിച്ചു. പൂപ്പാറയിൽ നിന്ന് ബോഡിമെട്ട് വഴി ഇറങ്ങി പോകാനുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷേ ഗൈസ്, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും 1 ടൈം എങ്കിലും ആ വഴി ഒന്ന് വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്യേണ്ട വഴി തന്നെ. ഏത് നമ്മുടെ ബോഡിമെട്ട് വഴി ഇറങ്ങിപ്പോണത്. അച്ചു പോന്നു, അതിനും തൊട്ടുപുറയിലുണ്ട്. അപ്പം ഞങ്ങളിനി പൂപ്പാറ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണിക്കാം. ഞങ്ങളങ്ങനെ പൂപ്പാറ നിർത്തി അവിടെ നിന്നൊരു ചായയും കുടിച്ചിട്ട് പോണ റൈഡാണിത്. വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഹെയർ പിന്നാണ്, പിന്നെ ക്ലൗഡ് ബെഡ് കാണാം, അങ്ങനെ എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പതുക്കെ എൻജോയ് ചെയ്ത് റൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ എന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മൊത്തം ഹെയർ പിന്ന് വളവ്. അങ്ങോട്ട് ഹെയർ പിന്ന് വളവ് ഇറങ്ങി ചെന്ന് തമിഴ്നാട്ടിലോട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു ഫീലുണ്ട്, അത്രയും ഹെയർ പിന്ന് വളവ് ഇറങ്ങിപ്പോകുമ്പോൾ. വീഡിയോ എടുത്തതിൽ ചെറിയ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഗൈസ്. നമുക്ക് അത്ര പ്രൊഫഷണലായിട്ടുള്ള ഗോപ്രോയും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ ഒരു ഗോപ്രോയും ഒരു മൈക്കും ഒക്കെ വാങ്ങാൻ പറ്റും എന്ന് തോന്നുന്നു. സപ്പോർട്ടില്ലാതെ വീഡിയോ ചെയ്തിട്ട് വലിയ കാര്യമില്ലല്ലോ ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും പതുക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിറങ്ങുന്നുണ്ട്. പോകുന്ന വഴിക്കൊരു വണ്ടി ഇടിച്ച് കിടക്കണ ഞങ്ങൾ കണ്ടായിരുന്നു. എപ്പോഴാണെന്ന് പറഞ്ഞത്, അതും പുത്തൻ I20 ടെമ്പററി രജിസ്ട്രേഷൻ നമ്പർ. അത് നമ്പർ പോലും കിട്ടാത്ത. അങ്ങനെ വലിയ വളവൊന്നും ഇല്ലാത്തൊരു സ്ഥലം നോക്കി ഞങ്ങൾ വണ്ടി ഒതുക്കിയിട്ടുണ്ട്. അപ്പം അതിലും അവൻ്റെ ഷൂട്ടും കൂടെ എന്തോ അടിയായിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അച്ചുവും നികിതയും കൂടെ ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞാൽ അന്യായ ഫോട്ടോഗ്രാഫി. അപ്പം ഞങ്ങളെ 3 വണ്ടിയുണ്ട്. ഞാൻ വണ്ടി എടുത്ത കാര്യം ഞാൻ ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നോക്കൂ ഗൈസ്, ഹെയർ പിൻ്റെ വളവ് കാണാമല്ലോ. ആ താഴെ കാണുന്ന റോഡെല്ലാം നമ്മൾ ഇറങ്ങി അങ്ങ് ചെല്ലേണ്ടതാണ്. കാരണം നമ്മളൊരു മലയാളം വണ്ടേന്നാണ് താഴോട്ട് ഇറങ്ങുന്നത്. എങ്കിലേ നമുക്കവിടെ ചെല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ ഗൂഗിൾ മാപ്പ് ഞങ്ങളെ ഏതൊക്കെയോ ഒരു കാട്ടുവഴി കൂടെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് ബൈക്കിൻ്റെ ലൊക്കേഷൻ ഇട്ട് കൊടുത്തത്. അപ്പം ചെറിയൊരു വഴിയാണ്, പക്ഷേ വഴി നല്ല എന്താ പറയുന്നത്, സമാധാനം തരുന്നൊരു വഴി. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരുന്നത്. ഏതോ ഒരു കോളനിയോ ഗ്രാമമോ അങ്ങനെ എന്തോ സെറ്റപ്പിനകത്തോട്ടാണ് ചെന്ന് കയറുന്നത് നമ്മൾ ഈ വഴി. അങ്ങനെ നമ്മൾ പതുക്കെ വണ്ടി ഓടിച്ച്, വഴി പരിചയമില്ലാത്ത വഴിയല്ലേ. അപ്പം എങ്ങനെ എന്താ സംഭവിക്കുകയെന്ന് പറയാൻ പറ്റത്തില്ല. ഓട്ടോക്കാരനൊക്കെ ജസ്റ്റ് മിസ്സാണ്. അങ്ങനെ ഞങ്ങൾ മാക്സിമം പതുക്കെ തന്നെ അങ്ങോട്ട് പോയത്. ഇങ്ങോട്ട് കാരണം എൻ്റെ വണ്ടി ലഗേജും ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങാനും വീശിക്കഴിഞ്ഞാൽ ലഗേജ് താഴെ പോകുന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ പതുക്കെയാണ് പോയത്. പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അവിടെ ഒരു അമ്പലം കാണുന്നുണ്ട് ചെറുതായിട്ട്, പിന്നെ ഒരു പുളിമരം, പിന്നെ മൊത്തം തെങ്ങിൻ തോട്ടമാണ്. തെങ്ങിൻ തോപ്പ്, അതെ, മൊത്തം തെങ്ങിൻ തോപ്പാണ്. ഞങ്ങൾ വഴി വല്ല കരിക്കൊക്കെ കിടപ്പുണ്ടോ നോക്കിയായിരുന്നു. എവിടെ ഒറ്റ കരിക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. ഇനി ഇവിടെ നിന്നൊരു 10-60 കിലോമീറ്റർ റൈഡും കൂടെ ഉണ്ട് ഈ ഇപ്പം കാണുന്ന സ്ഥലത്തുനിന്ന്. ഞങ്ങൾ ഹൈവേ എല്ലാം കഴിഞ്ഞിട്ട് ശാന്തമായ വഴിയിലോട്ട് കയറിയതാണ്. ഏതോ ഒരു കോളനിയിലേക്ക് ഞങ്ങൾ എൻ്റർ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇറ്റിലേ പോകുന്ന വഴിയാണ് ടാസ്ക്. ഇവിടുന്ന് ഞങ്ങൾക്ക് വഴി തീരുന്നൊരു സ്ഥലം വരെ ഗൂഗിൾ മാപ്പ് കൊണ്ടുപോയി. അപ്പം എന്തോ ഫങ്ഷനൊക്കെ നടക്കുന്ന കാണാം. അവിടെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലറിയാലോ എങ്ങനെയാന്ന്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി മറ്റേ സ്വർഗ്ഗ കവാടം എന്നൊക്കെ പറയത്തില്ലേ, അതെ, കൊടൈക്കനാലിലോട്ട് കയറുന്ന കൊടൈ കവാടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പറേ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് വലുതായിട്ട് ഫോണൊന്നും എടുത്തില്ല. അപ്പം ഇതാണ് കൊടൈ കവാടം, അവിടെ ബോർഡ് വെച്ചേക്കുന്ന കാണാം. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്നും മേളിലോട്ട് കയറി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഹെയർ പിൻ വളവാണ്. നമുക്കൊരു വലിയ കയറ്റം കയറിയിട്ട് വേണം, വലിയ മലമണ്ട കയറണം കൊടൈക്കനാലിലേക്ക് ചെല്ലണമെങ്കിൽ. ആ മലമണ്ട കയറുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അങ്ങനെ ബാക്കി 2 വണ്ടിയും ഫ്രണ്ടിലുണ്ട്. ഞാൻ മാത്രം പുറകെ പതുക്കെയാണ് വന്നത്, ലഗേജ് ഉള്ളതുകൊണ്ട്. അങ്ങനെ വണ്ടി ഓടിച്ച് ഒരു ഇതായപ്പോഴത്തേക്ക് ഞങ്ങളൊരു മഞ്ഞളർ ഡാം,
ആ ഡാമിൻ്റെ വ്യൂ കിട്ടുന്നൊരു പോയിന്റിൽ ഞങ്ങൾ നിർത്തിയിട്ട് അവർ രണ്ടുപേരും ഇവിടെ സംസാരിക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോയും ഷൂട്ട് ചെയ്തതിൽ നടക്കുക. ലോറിയും ബസ്സും ഒക്കെ ഇറങ്ങി വരുന്നതൊക്കെ കാണണം. അയ്യോ, ഇവിടെയുള്ളമാർക്ക് ഭ്രാന്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഓരോരുത്തന്മാരൊക്കെ ഇതിൽ ബൈക്കിൽ പോകുന്ന കാരണം നമ്മുടെ കിളി പോവും. മാരൊക്കെ ഒരു യുദ്ധമില്ലാതാ പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്തു. ഞങ്ങൾ ആദ്യം പോണത് കൊടൈക്കനാലിലോട്ടാണ്. കൊടൈ ചെന്നിട്ട് അവിടെ ഒരു ഹോം സ്റ്റേ റൂമും എടുത്ത് ചെക്ക് ഇൻ ചെയ്യാം എന്നോർത്താണ് പോണത്. കൊടൈക്കനാലിലെത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കൊടൈക്കനാൽ ലേക്കിൻ്റെ സൈഡിൽ തന്നെ ഒരു കോട്ടേജ് കിട്ടിയിട്ടുണ്ട്. 3 റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നത്. അപ്പം കൊടൈക്കനാലിൽ പോകുന്നവർ മാക്സിമം ലേക്കിൻ്റെ വ്യൂ സൈഡിൽ തന്നെ കോട്ടേജോ റൂമോ എടുക്കാൻ നോക്കുക. അടിപൊളി വ്യൂവും വൈബും ആണ്. ബാക്കി നിങ്ങൾ തന്നെ കണ്ടു. ഹേഗീഷ് എങ്ങനെ നമ്മൾ റൂം എടുത്ത് ഫ്രഷായിട്ട് പില്ലർ റോക്ക് കാണാൻ വന്നിട്ടുണ്ട്. റോക്കിൻ്റെ ആ ഭാഗത്ത് നിൽക്കുമ്പോൾ കാണുന്ന വ്യൂ ആണിത്. പില്ലർ റോക്ക് ഞങ്ങൾ ആദ്യമേ ഗുണാക്കെ പോയിട്ട് തിരിച്ചു വരാമെന്ന് ഓർത്തിട്ടാണ് നിന്നത്. പിന്നെ ഞങ്ങൾ ആലോചിച്ചു ഇവിടുന്ന് കയറിയിട്ട് അങ്ങ് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ പില്ലർ റോക്കും കയറിയിട്ട് അവിടുന്ന് നേരെ ഗുണാക്കേവിലേക്കാണ് പോയത്. ഇതാണ് ഗുണാക്കേവിൻ്റെ എൻട്രി. ഞങ്ങൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് അകത്തേക്ക് കയറാനുള്ള ഇതിലാണ്. താഴെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് കയറി വരുന്നത്. നമ്മൾ പതുക്കെ നടന്ന് അകത്തേക്ക് കയറുകയാണ്. പിന്നെ ഫ്രെയിം കുളമാക്കാനായിട്ട് അച്ചും ടിക്കറ്റ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. എവിടെ ഞാൻ എങ്ങനെയൊക്കെ കറക്റ്റ് ക്യാമറ കൊണ്ട് വെച്ചു അതിൻ്റെ ഫ്രണ്ടിൽ ഇവരുണ്ട്. പിന്നെ ബാക്കിയുള്ള പുറകിൽ ഇറങ്ങുന്ന ദിവസം തിരക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇപ്പോഴും റിഗ്രറ്റുള്ള ഒരു കാര്യമാണ്. കൊടൈക്കനാൽ ഗുണാക്കേവിൻ്റെ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാതെ തിരിച്ചു വന്നു. അവിടെ പോയി ലൊക്കേഷൻ സംഭവം തന്നെ ഒറ്റ ഫോട്ടോ ഞങ്ങൾ എടുത്തിട്ടില്ല. ഞാനാകെ കുറച്ച് വീഡിയോ മാത്രം ഈ വീഡിയോൻ്റെ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്ത് തിരക്കാവുള്ളത്. അപ്പം ഇതാണ് തിരക്ക്. ഇതിൻ്റെ അടുത്തൊരു പാർട്ട് സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പം സ്റ്റേ ട്യൂൺഡ് ഗൈസ്.